ഹായ്, ഇറ്റ്സ് മീ റാഷിദ് അമീൻ. എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഓൺലൈനായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെ ലേണേഴ്സിന് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതായിരുന്നു. നമ്മുടെ പരിവാഹൻ സൈറ്റിൽ നിന്ന് നമ്മൾ എങ്ങനെയാണോ നമ്മുടെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്നത് അതേ രൂപത്തിലുള്ള രീതിയിൽ റെക്കോർഡ് ചെയ്തതായിട്ടുള്ള ക്വസ്റ്റ്യനുകൾ, അതേപോലെ ചിഹ്നങ്ങൾ, അതാണ് ഇനിയുള്ള ഒരു 5-6 വീഡിയോ ആയിട്ട് ഒരുമിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൽ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളെല്ലാ വീഡിയോവും കാണണം. കാരണം 50 ക്വസ്റ്റ്യനിൽ 30 എണ്ണം ശരിയായാലും മാത്രമേ നമുക്ക് ഒരു ടെസ്റ്റ് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അതേപോലെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യും, നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഷെയർ ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് മഴ പെയ്യുവാൻ സാധ്യതയുണ്ട്, വൈതലുള്ള റോഡ്, പാറ വീഴുവാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻ 3 പാറ വീഴുവാൻ സാധ്യത ഉണ്ട് എന്നതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. ഒരു വാഹനം മോട്ടോർ വാഹന ഉദ്യോഗസ്ഥൻ പിടിച്ചെടുക്കുന്നത് വാഹനത്തിന് രജിസ്ട്രേഷനോ പെർമിറ്റോ ഇല്ലെങ്കിൽ, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ, വാഹനം അമിത വേഗതയിൽ ഓടിച്ചാൽ. ഓപ്ഷൻ 1 വാഹനത്തിന് രജിസ്ട്രേഷനോ പെർമിറ്റോ ഇല്ലെങ്കിൽ എന്നതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് കന്നുകാലികളെ റോഡിൽ വിടാൻ പാടില്ല, കന്നുകാലികൾ റോഡിലുണ്ടാവാം, കന്നുകാലികളെ കയറ്റിയ വാഹനം നിരോധിച്ചിരിക്കുന്നു. ഓപ്ഷൻ 2 കന്നുകാലികൾ റോഡിൽ ഉണ്ടാവാം എന്നതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. മോട്ടോർ വാഹന നിയമം 112 വകുപ്പ് അനുസരിച്ച് വേഗത പരിധി ലംഘിക്കുവാൻ പാടില്ല, ഡ്രൈവർ മദ്യപിച്ച് വാഹനം ഓടിക്കരുത്, ടാക്സ് അടയ്ക്കാതെ വാഹനം ഓടിക്കരുത്. ഓപ്ഷൻ 1 വേഗത പരിധി ലംഘിക്കുവാൻ പാടില്ല എന്നതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. ചുവന്ന ട്രാഫിക് ലൈറ്റ് സൂചിപ്പിക്കുന്നത് എന്ത്? വാഹനത്തിന് കടന്നു പോവാം, വാഹനം നിർത്തുക, ശ്രദ്ധിച്ച് പോകുക. ഓപ്ഷൻ 2 വാഹനം നിർത്തുക എന്നതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? മുൻപിൽ ഇടുങ്ങിയ റോഡുണ്ട്, റോഡ് രണ്ടായി തിരിഞ്ഞു പോകുന്നു, മുമ്പിൽ ഇടുങ്ങിയ പാലമുണ്ട്. ഓപ്ഷൻ 1 മുമ്പിൽ ഇടുങ്ങിയ റോഡുണ്ട് എന്നതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് ഇടത്തോട്ട് തിരിവ്, ഇടത്തോട്ട് കയറ്റം, ഇടതുവശം ചേർന്ന് പോകുക. ഇടത്തോട്ട് തിരിവ് എന്നതാണ് ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത്. ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് മുൻപിൽ സ്കൂളുണ്ട്, കാൽനടയാത്രക്കാർ ക്രോസ് ചെയ്യുന്ന സ്ഥലം, കാൽനടയാത്രക്കാർ ക്രോസ് ചെയ്യുവാൻ പാടില്ല. ഓപ്ഷൻ 1 മുൻപിൽ സ്കൂൾ ഉണ്ട് എന്നതാണ് ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത്. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? വഴി കൊടുക്കുക, അടുത്ത് ആശുപത്രിയുണ്ട്, ട്രാഫിക് ഐലൻഡ്. ഓപ്ഷൻ 1 വഴി കൊടുക്കുക എന്നതാണ് ഈ അടയാളം സൂചിപ്പിക്കുന്നത്. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇടതുവശത്തേക്ക് റോഡുണ്ട്, ഇടതുവശം ചേർന്ന് പോകുക, നിർബന്ധമായും ഇടതുവശത്തേക്ക് തിരിയുക. ഓപ്ഷൻ 3 നിർബന്ധമായും ഇടതുവശത്തേക്ക് തിരിയുക എന്നതാണ് ഈ അടയാളം സൂചിപ്പിക്കുന്നത്. മലമ്പാതകളിൽ മോട്ടോർ സൈക്കിൾ ഓടിക്കാവുന്ന പരമാവധി വേഗത 30 കിലോമീറ്റർ, 35 കിലോമീറ്റർ, 45 കിലോമീറ്റർ. ഓപ്ഷൻ 3 45 കിലോമീറ്റർ എന്നതാണ് പരമാവധി വേഗത. വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുമ്പോൾ കാറ്റ് ചെക്ക് ചെയ്യുവാൻ പാടില്ല, പുകവലി പാടില്ല, ലൈറ്റുകൾ തെളിയിക്കാൻ പാടില്ല. ഓപ്ഷൻ 2 പുകവലി പാടില്ല എന്നതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം.
ഇടമുറിഞ്ഞ വെള്ളരേഖയാണ് റോഡിലുള്ളതെങ്കിൽ വാഹനവീതി മാറ്റാൻ പാടില്ല. ആവശ്യമെങ്കിൽ വാഹനവീതി മാറ്റി പോവാവുന്നതാണ്. വാഹനം നിർത്തുക. ഓപ്ഷൻ 2 ആവശ്യമെങ്കിൽ വാഹനവീതി മാറ്റി പോകാവുന്നതാണ് എന്നതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. ഓവർടേക്കിംഗ് നിരോധിച്ചിട്ടുള്ളത് സ്റ്റേറ്റ് ഹൈവേയിൽ, പഞ്ചായത്ത് റോഡുകളിൽ, ഇടുങ്ങിയ പാലത്തിൽ. ഓപ്ഷൻ 3 ഇടുങ്ങിയ പാലത്തിൽ എന്നതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് വലത്തോട്ട് നിർബന്ധമായും തിരിയുക, വലതുവശം റോഡുണ്ട്, വലതുവശം ചേർന്ന് പോകുക. ഓപ്ഷൻ 2 വലതുവശം റോഡുണ്ട് എന്നതാണ് ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത്. താഴെ പറയുന്ന സന്ദർഭത്തിൽ ഓവർടേക്ക് ചെയ്യുവാൻ പാടില്ല. മറ്റു വാഹനങ്ങൾക്ക് അസൗകര്യമോ അപകടമോ ഉണ്ടാകുന്ന വിധം മുൻപിൽ പോകുന്ന വാഹനം വേഗത കുറയ്ക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ. ഓപ്ഷൻ 1 മറ്റ് വാഹനങ്ങൾക്ക് അസൗകര്യമോ അപകടമോ ഉണ്ടാവുന്ന വിധം ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. നിരോധിച്ചിട്ടില്ലാത്ത ഹോൺ എയർ ഹോൺ, മൾട്ടിടോൺ ഹോൺ, ഇലക്ട്രിക് ഹോൺ. ഓപ്ഷൻ 3 ഇലക്ട്രിക് ഹോൺ എന്നതാണ് നിരോധിച്ചിട്ടില്ലാത്ത ഹോൺ. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? മുമ്പിൽ ഇടുങ്ങിയ റോഡ്, മുമ്പിൽ ഇടുങ്ങിയ പാലം, മുമ്പിൽ ഇരുവശത്തും റോഡ്. ഓപ്ഷൻ 2 മുൻപിൽ ഇടുങ്ങിയ പാലമുണ്ട് എന്നതാണ് ഈ അടയാളം സൂചിപ്പിക്കുന്നത്. ചുവപ്പ് ട്രാഫിക് ലൈറ്റ് ഇടവിട്ട് തെളിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? പച്ച ലൈറ്റ് തെളിയുന്നത് വരെ വാഹനം നിർത്തുക. വാഹനം നിർത്തി അപകടമില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം കടന്നു പോകുക. വാഹനം വേഗത കുറച്ച് കടന്നു പോകുക. ഓപ്ഷൻ 2 വാഹനം നിർത്തി അപകടമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കടന്നു പോവുക. ഒരു ട്രാൻസ്പോർട്ട് വാഹനം എങ്ങനെ തിരിച്ചറിയാം? വാഹനത്തിൻ്റെ ടയർ നോക്കി, വാഹനത്തിൻ്റെ നിറം നോക്കി, വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് നോക്കി. ഓപ്ഷൻ 3 വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് നോക്കിയാണ് ഒരു ട്രാൻസ്പോർട്ട് വാഹനം തിരിച്ചറിയുന്നത്. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? നിർബന്ധമായും ഇടതുവശം ചേർന്ന് പോകണം, നിർബന്ധമായും ഇടത്തേക്ക് തിരിയണം, ഇടത്തേക്ക് റോഡുണ്ട്. ഓപ്ഷൻ 3 ഇടത്തേക്ക് റോഡുണ്ട് എന്നതാണ് ഈ അടയാളം സൂചിപ്പിക്കുന്നത്. താഴെ പറയുന്ന സ്ഥലത്ത് പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു. ആശുപത്രിയുടെ പ്രവേശന കവാടം, റോഡിൻ്റെ ഇടതുവശം, കമ്പോളം. ഓപ്ഷൻ 1 ആശുപത്രിയുടെ പ്രവേശന കവാടം എന്നതാണ് ശരിയായ ഉത്തരം. നിങ്ങൾ ഓടിച്ചു പോകുന്ന വാഹനം കാവൽക്കാരനും ഗേറ്റും ഇല്ലാത്ത ലെവൽ ക്രോസിലെത്തുമ്പോൾ. ഓപ്ഷൻ 1 വാഹനം ഇടത് ഭാഗത്ത് നിർത്തി ഡ്രൈവർ ഇറങ്ങി പാളത്തിൽ വന്ന് ഇരുവശവും നോക്കി ട്രെയിൻ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം യാത്ര തുടരാം. ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് വലത്തോട്ടോ ഇടത്തോട്ടമുള്ള കൊടുംവളവ്, ഇടത്തോട്ടോ വലത്തോട്ടമുള്ള കൊടുംവളവ്, വലത്തോട്ട് തിരിഞ്ഞ് നേരെ പോകുക. ഓപ്ഷൻ 1 വലത്തോട്ടും ഇടത്തോട്ടും ഉള്ള കൊടും വളവ് എന്നതാണ് ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത്. താഴെ പറയുന്ന വാഹനങ്ങൾക്ക് റോഡിൽ മുൻഗണന കൊടുക്കണം. പോലീസ് വാഹനങ്ങൾ, ആംബുലൻസിനും ഫയർ ഫോഴ്സ് വാഹനങ്ങൾക്കും, എക്സ്പ്രസ് സൂപ്പർഫാസ്റ്റ് ബസ്സുകൾക്ക്. ഓപ്ഷൻ 2 ആംബുലൻസിനും ഫയർ സർവീസ് വാഹനങ്ങൾക്കുമാണ് റോഡിൽ മുൻഗണന കൊടുക്കേണ്ടത്. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? കാൽനടക്കാർ റോഡ് മുറിച്ച് കടക്കുന്ന സ്ഥലം, കാൽനടക്കാർക്ക് പ്രവേശിക്കാവുന്നതാണ്, കാൽനടക്കാർ പ്രവേശിക്കരുത്. ഓപ്ഷൻ 1 കാൽനട യാത്രക്കാർ റോഡ് മുറിച്ച് കടക്കുന്ന സ്ഥലം എന്നതാണ് ഈ അടയാളം സൂചിപ്പിക്കുന്നത്. പുറകോട്ട് വാഹനം ഓടിക്കുവാൻ പാടില്ലാത്ത റോഡ്. 1 വേ, ഇറക്കമുള്ള റോഡ്, കയറ്റമുള്ള റോഡ്. ഓപ്ഷൻ 1 വേ എന്നതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം.
താഴെ പറയുന്ന സ്ഥലത്തു പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു. ഫയർ എഞ്ചിൻ, വെള്ളം ശേഖരിക്കുന്ന പൈപ്പുകൾ മറച്ചുകൊണ്ട്, പൊതുകിണറുകൾക്ക് സമീപം, റോഡിൻ്റെ ഇടതുവശത്ത്. ഓപ്ഷൻ 1 ഫയർ എഞ്ചിനുകൾ, വെള്ളം ശേഖരിക്കുന്ന പൈപ്പുകൾ മറച്ചുകൊണ്ട്. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? മുന്നിലേക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു, വൺ വേ, വേഗത നിയന്ത്രണം അവസാനിച്ചിരിക്കുന്നു. ഓപ്ഷൻ 2 വൺ വേ എന്നതിനെയാണ് ഈ അടയാളം സൂചിപ്പിക്കുന്നത്. ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് മുൻപോട്ട് പോകരുത്, മുന്നോട്ട് മാത്രം നീങ്ങുക, മുമ്പോട്ടും പിറകോട്ടും നീങ്ങാം. ഓപ്ഷൻ 2 മുന്നോട്ട് മാത്രം നീങ്ങുക എന്നതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം.